കരങ്ങളടിച്ചുകൊണ്ട് ദൈവത്തെ വാഴ്ത്തുകയാണ്, ദൈവത്തെ പാടിപ്പുകഴ്ത്തുകയാണ്. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. ഇപ്പം നമ്മൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും എന്താണ് നമ്മുടെ ലക്ഷ്യം? ദൈവസ്നേഹം വർദ്ധിപ്പിക്കുക. നിങ്ങൾ ദൈവസ്നേഹം വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മൂല്യം വർദ്ധിക്കും. ദൈവദൃശ്യത്തിൽ നിങ്ങളുടെ യോഗ്യത വർദ്ധിപ്പിക്കും. അപ്പോൾ ഉള്ള യോഗ്യതയെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാരുണ്യ പ്രവൃത്തിയുടെയൊക്കെ ഒരു ലക്ഷ്യം. അതിൻ്റെ എന്താണ് യോഗ്യത വർദ്ധിപ്പിക്കണത്? ദൈവസ്നേഹം കൂട്ടണം. ഉടമ്പടി ചെയ്യാൻ എന്താണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്? അമ്മ വഴി ദൈവസ്നേഹം. ഇനിയുള്ള കാലങ്ങളിൽ എൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ഞാൻ ദൈവസ്നേഹത്തിൻ്റെ സുവിശേഷ സാക്ഷിയാകും. പറഞ്ഞേ, ഇനിയുള്ള കാലങ്ങളിൽ ഞാൻ എൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ദൈവസ്നേഹത്തിൻ്റെ സുവിശേഷ സാക്ഷിയാകും. ഇനിയുള്ള കാലം മുഴുവനും ദൈവസ്നേഹത്തിൻ്റെ ഉടമ്പടി അഭിഷേക ശക്തിയുടെ സുവിശേഷ വേലയുടെ ദൈവവചന പ്രചാരത്തിൻ്റെ സാക്ഷിയായി യേശുക്രിസ്തുവിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ, കർത്താവിൻ്റെ സുവിശേഷ വേല ചെയ്യാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഇപ്പോൾ നമ്മൾ ആരാധനയിൽ അറിയണത് എന്താണ്? ഉടമ്പടി ആരാധനയിൽ ഉടമ്പടി ഫീച്ചേഴ്സാണ്, ഉടമ്പടിയുടെ മുഖമുദ്രകൾ. അതിലൊന്നാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എഫേസ്യസ് 2:8, സക്രിയ 4:6. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, കർത്താവിൻ്റെ ആത്മാവിനാൽ. ഈ വചനങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അങ്ങനെ പറഞ്ഞ സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, കർത്താവിൻ്റെ ആത്മാവിനാൽ. സക്രിയ 4:6. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഉടമ്പടി ചെയ്തിട്ട് എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കൃപ ചൊരിയണമേ. സൈന്യത്താലല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാൽ, not by merit but by grace, അഭിഷേകത്താൽ, കൃപയുടെ അഭിഷേകത്താൽ ഉടമ്പടി ചെയ്ത മക്കളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ. സൈന്യത്താലെയല്ല, ശക്തിയാലുമല്ല, ദൈവത്തിൻ്റെ ആത്മശക്തിയാലത്രേ. സൈന്യത്താലെയല്ല, ശക്തിയാലുമല്ല, ദൈവത്തിൻ്റെ ആത്മശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ക്രിസ്തനാളിൽ പിന്മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. എന്റെ ക്രിസ്തനാളിൽ പിന്മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. ഇപ്പോൾ 2 ഉടമ്പടിയുടെ മുഖമുദ്രകൾ കണ്ട്, ഒന്നെന്താണ്? ദൈവസ്നേഹം വർദ്ധിപ്പിക്കുക, അല്ലേ? നമ്മുടെ ആധ്യാത്മിക യോഗ്യത വർദ്ധിപ്പിക്കുക. ആദ്യത്തെ എന്താണ്? നമ്മുടെ മെറിറ്റിലല്ല, യോഗ്യതയില്ല, ദൈവത്തിൻ്റെ ശക്തിയിൽ. മൂന്നാമത്തത് എന്താ ഉടമ്പടിയുടെ മുഖമുദ്ര? ടൈമാണ്. ഇവിടെ 2019 ഏറ്റവും വലിയ വെളിപാട് എന്താണ്? ടൈം വെച്ച് പ്രാർത്ഥിക്കാനാണ്. സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് 2004 അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അമ്മയ്ക്ക് സമയത്തിൻ്റെ മേൽ സ്വാധീനമുണ്ട്. അത് സഭ ഒരു ഇൻഡിക്കേഷനാണ്. സഭ ഈ വിഷയം പഠിച്ച് ഇതിൻ്റെ സത്യാവസ്ഥകളെ പുറത്ത് കൊണ്ടുവരണം. അതിനാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. ശ്രുതികട. ഹല്ലേലൂയ. സമയ സന്ദർഭങ്ങൾ അധികാരം പ്രഖ്യാപിച്ചുകൊണ്ട് കൃപാസനത്തിൽ പ്രത്യക്ഷയായ പരിശുദ്ധമേ, ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുന്ന മക്കള്, അവരുടെ നിയോഗങ്ങള്
ദൈവത്തിന്റെ ശക്തി ഇടണമേ, അനുഗ്രഹം വർഷിക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ഇപ്പം ഷാരോണിൻ്റെ സാക്ഷ്യം കേട്ടില്ലേ? ഷാരോൺ ന്യൂസിലൻഡിലെ വിസയ്ക്ക് വേണ്ടി കുറേ ബുദ്ധിമുട്ടി അല്ലേ? അപ്പം കിട്ടത്തില്ല എന്ന അവസ്ഥയായപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു, നമുക്ക് അമ്മയുടെ കൂടെ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു. ജപമാല ചൊല്ലി അമ്മയുടെ കൂടെ യാത്ര ചെയ്യാം. ആ യാത്ര അമ്മയുടെ കൈ പിടിച്ച് കരം പിടിച്ച് അമ്മയുടെ കരം ഗ്രഹിച്ച് ജപമാല ചൊല്ലി യാത്ര ചെയ്തപ്പോൾ അമ്മ പറഞ്ഞു ഡേറ്റ് ഇട്ടേക്കാൻ പറഞ്ഞു. ഉടനെ ഷാരോൻ്റെ അമ്മ അവളോട് തിരിഞ്ഞ് പറഞ്ഞു, ഇനി ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഡേറ്റ് ഇടുക. ഉടനെ ഡേറ്റ് ഇട്ടേ. ജവമാല റാലിയുടെ ഉള്ളിൽ നടന്ന സംഭവമല്ലേ, ആ സാക്ഷി നമ്മൾ കേട്ടില്ലേ? ഡേറ്റ് ഇടുക. എന്താ അവൾ ഡേറ്റ് ഇട്ടത്? നവംബർ 26. ആ നവംബർ 26 ഡേറ്റ് ഇട്ടിരിക്കുകയാണ്. ആർക്ക് കൊടുക്കുക? പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചിട്ട് പരിശുദ്ധ അമ്മ വഴി സമയം കർത്താവിന് സമർപ്പിക്കും. ഈ ഡേറ്റ് ഇടുന്നത് 6 മാസമേ ആയുള്ളെന്ന് തോന്നണം. ഈ സമയത്തിൻ്റെ മേൽ അമ്മയുടെ അധികാരം ഉണ്ടായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നത്. ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവിക്കുന്നത് എന്താ? അത് ഷാർപ്പായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വാഗ്ദാന പേടകമായി മാറും. അപ്പോൾ നമ്മുടെ അനുഗ്രഹത്തിൻ്റെ സമയം നമുക്ക് നിശ്ചയിക്കാനുള്ള അധികാരമായിട്ട് മാറും. അധികാരം ഒരു വിഷയമാണ്. ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ. ശത്രു എപ്പോഴും നമ്മുടെ സമയത്തെ വെച്ചാണ് നമ്മളെ ആക്രമിക്കുന്നത്. സമയം ചിലപ്പോൾ ശത്രുവിൻ്റെ ശക്തി കൂടിയായിട്ട് വരും. അതുകൊണ്ടാണ് ലൂക്ക 10:19 പറയണത്, ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും ഒന്ന് പറഞ്ഞേ, ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം നൽകുന്നു. ഈ അധികാരം അമ്മയ്ക്കുള്ള അധികാരമാണിത്. ഹവ്വ സാത്താൻ വഞ്ചിച്ചപ്പോഴേ സാത്താൻ്റെ തല തകർക്കാൻ വേണ്ടി അമ്മയ്ക്കാണ് പാമ്പിൻ്റെ തല തകർക്കാനുള്ള അധികാരം കൊടുത്തത്. ആ അധികാരം കൈമാറുകയാണ്. എങ്ങനെയാണ്? കർത്താവിൻ്റെ രക്ഷാകര സംഭവത്തിൽ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്ന അധികാരം വിശ്വാസി കൈമാറുന്ന കൈയിട്ടിച്ച് കർത്താണ്. ദൈവമേ, സമയ സന്ദർഭ അധികാരമുള്ള അമ്മേ, കനായിൽ എന്ന പോലെ സമയബന്ധിതമായി ഈ മക്കൾ സമർപ്പിക്കുന്ന നിയോഗങ്ങളുടെ മേൽ സൈന്യാധിപേ മണ്ണിൽ എന്റെ തേരു തെളിക്കാം. സൈന്യാധിപേ സ്വർഗ സൈന്യാധിപേ മണ്ണിൽ എന്റെ തേരു തെളിക്കാം. ഓരടിക്കും ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുമരച്ചോട്ടിലെന്നു തറയ്ക്കാം. ഓരടിക്കും ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുമരച്ചോട്ടിലെന്നു തറയ്ക്കാം. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. എൻ്റെ പേര് ജെന്നി വർഗീസ്, തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മകളാണ് നിഷ. ഇത് എൻ്റെ പേരക്കുട്ടി ജെറോം. ഇവരുടെ വീട് കടയനിക്കാടാണ്. ജെറോമിന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇവന് മാർച്ച് 29 കടുത്ത വയറുവേദനയെ തുടർന്ന് ICH ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ അന്ന് എക്സ്റേ എടുത്തതിൽ നിന്ന് ഭയങ്കരമായ പഴുപ്പ്, അപ്പൻഡിക്സ് പഴുത്ത് പൊട്ടാറായ അവസ്ഥയിലായിരുന്നു. ഏപ്രിൽ 1 അവനെ ഓപ്പറേഷൻ ചെയ്യുകയായിരുന്നു. അങ്ങനെ 4 ദിവസം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. 5-ാമത്തെ ദിവസം വയറിനുള്ളിൽ പഴുപ്പ് അവർ കണ്ടെത്തി. ഭയങ്കരമായി വയറ് വീർത്തു. അവർ 2 സ്റ്റിച്ച് ഓപ്പൺ ചെയ്ത് പഴുപ്പ് മാറ്റി ക്ലീൻ ചെയ്തു. വീണ്ടും 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നും കൂടി ഡ്രസ് ചെയ്തു. 13 ഡിസ്ചാർജ് ആക്കി അവർ. 17 വീണ്ടും കൊച്ചിന് നല്ല പനിയായി. വീണ്ടും അവിടെ തന്നെ കൊണ്ടു ചെന്ന് പഴുപ്പ് അവർ പറഞ്ഞു ഇതൊക്കെ ഉണ്ടാവുന്നതാണ്, വൈറൽ ഫീവർ ആവാൻ സാധ്യത. അവർ പനിയുടെ മരുന്ന് തന്ന് ഞങ്ങളെ പറഞ്ഞയച്ചു.
അന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കായിരുന്നു, എൻ്റെ മാതാവേ എൻ്റെ കൊച്ചിന് ഒരു കുഴപ്പമുണ്ടാവില്ല, ആകപ്പാടെ ഒരു കുഞ്ഞേ ഉള്ളൂ, പരിശുദ്ധ അമ്മേ ഈശോപ്പച്ച ഒരു കുഴപ്പമുണ്ടാവില്ലേ. 19-ാം തീയതി അവന് ഭയങ്കരമായ വേദനയായി, കൈകാലുകൾ കോച്ചി പിടിക്കാൻ തുടങ്ങി, കൈകാലുകളൊക്കെ ബലം പിടിച്ച് അവന് രാത്രി ഭയങ്കര പ്രശ്നമായി. 20-ാം തീയതി ഈസ്റ്ററിൻ്റെ അന്ന് ഭയങ്കരമായ പ്രയാസം കണ്ട് ഞങ്ങൾ വേഗം തന്നെ ചെത്തിപ്പുഴ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, എക്സ്റേ എടുത്തു. ഭയങ്കരമായ ഇൻഫെക്ഷനാണ്, ഉള്ളിൽ നിറച്ച് പഴുപ്പാണ്, കുടലാകെ പ്രശ്നത്തിലായിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് പീഡിയാട്രി സർജനുള്ള ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഈസ്റ്റർ ആയതുകൊണ്ട് എല്ലാ ഹോസ്പിറ്റലിലും സർജന്മാരുണ്ടായില്ല. അവർ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ബിലീവിയർ ഹോസ്പിറ്റൽ, തിരുവല്ല ബിലീവിയർ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുള്ളൂ. അവിടേക്ക് പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു. അവിടെ ചെന്ന് അവർ 3 ദിവസം അവർ ആൻറ്റിബയോട്ടിക് കൊണ്ട് അവർ നോക്കി, മെഡിസിൻ ചെയ്ത് നോക്കി. പക്ഷേ കൊച്ചിന് ഒരു കുറവും കാണുന്നില്ല. വയറ് വീർത്ത് തുടങ്ങി, ഛർദിൽ തുടങ്ങി. അവർ ട്യൂബിട്ട് വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥ, എപ്പോഴും ഛർദി തന്നെ. അങ്ങനെ അവർ എക്സ്റേയിൽ കാണുന്നത് ഭയാനകമായ ദൃശ്യങ്ങളാണ്. കുടലൊക്കെ ചുരുങ്ങി, അവനൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, കുടലുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല. മെയിൻ ഡോക്ടർ വന്ന് പറഞ്ഞു, ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല, 90% അവന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓപ്പറേഷൻ ചെയ്താലും 90% ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല, ആകെ 10%. നിങ്ങൾ ദൈവം തമ്പുരാനോട് പ്രാർത്ഥിക്കുക. ഞങ്ങളെന്നിട്ട് അമ്മ മാതാവിനോട് വിളിച്ച് കേണപേക്ഷിക്കായിരുന്നു. 22-ാം തീയതി വൈകുന്നേരമായപ്പോൾ ഇവിടെ ഉടമ്പടി സമർപ്പിച്ചിരിക്കുന്ന ഇവരുടെ ആൻറ്റി വിളിച്ച് പറഞ്ഞു, ഇവിടേക്ക് സ്റ്റാഫ് പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കാം, കൊച്ചിനൊന്നും സംഭവിക്കില്ല, ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണം. അങ്ങനെ എൻ്റെ ആങ്ങളയുടെ മോള് ഇവിടെ ആദ്യം ഉടമ്പടി എടുത്തിരുന്ന ആ കുട്ടി എണ്ണയും ഉടമ്പടി തൈലവും ഉപ്പും കൊടുത്തിരുന്നു. ഞാൻ എന്ത് ചെയ്തു, അന്ന് രാവിലെ 23-ാം തീയതി രാവിലെ ഞാൻ ഇവൻ്റെ നെറ്റിയിൽ ഉടമ്പടി തൈലം തേച്ചു. എൻ്റെ മോനൊരു വെള്ളം പോലും കൊടുക്കാൻ പാടില്ല എന്ന് ആ ഡോക്ടർമാരവിടെ പറഞ്ഞിരുന്നത്. എൻ്റെ മോനെ ആരും കാണാതെ ഞാൻ തേനെടുത്ത് എൻ്റെ മോൻ്റെ ചുണ്ടയിൽ പെരട്ടി ഉള്ളിലാവാൻ കരുതി. എന്നിട്ടൊരു തുണ്ട് വെള്ളമെടുത്ത് ഞാൻ തുടച്ച് മോനെ അത് ഇറക്കി വിടാൻ പറഞ്ഞു. അങ്ങനെ അത് ഇറക്കി വിട്ടു അവൻ. അന്ന് അവർ അത് കഴിഞ്ഞ് എക്സ്റേക്ക് കൊണ്ടുപോവുകയാണ്. അവരവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ എക്സ്റേ റൂമിലേക്ക് കയറ്റി. ഞങ്ങൾ കരഞ്ഞുകൊണ്ട് ഞാൻ കൊന്ത് ചെല്ല്, പരിശുദ്ധ അമ്മേ, ആകെപ്പാടെ ഈ ഒരു പൊന്നു മോനല്ലേ ഉള്ളൂ, ഈ 5.5 വയസ്സായി കൊച്ച്, ഇനി ഒരെണ്ണം ഇവൾക്ക് ഉണ്ടാവൂല, അപ്പം ഈ പൊന്നുമോനെ ഞങ്ങൾക്ക് തായോ അമ്മയെന്ന് പറഞ്ഞ് ഞങ്ങളവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അവിടെ എവിടെ നിന്ന് എനിക്കറിയില്ല, ഒരു വെളുത്ത് സുന്ദരിയായ ഒരു ചേച്ചി പെണ്ണ് എഴുന്നേറ്റ് വന്ന് ഒരു ക്രൂശിത രൂപം എടുത്തിട്ട് ആ ചേച്ചി പറയാ, എൻ്റെ കയ്യിൽ തന്നിട്ട്, മോളെ ഇത് അവൻ്റെ കയ്യിൽ കൊടുക്കുക, അവന് ഈ ഈശോയ്ക്ക് അവനെ രക്ഷിക്കാൻ സാധിക്കും. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചിയുടെ ആരായി എടുക്കണം ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ? എൻ്റെ മോനും ഇവിടെ എക്സ്റേ എടുക്കാൻ കയറ്റിയിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചോ, ഒന്നും സംഭവിക്കില്ല, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് ആ ക്രൂശിത രൂപം, ഈശോ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ആ രൂപം എൻ്റെ കയ്യിൽ അവർ തരിക. അങ്ങനെ ഉണ്ണീനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കടത്തി കൊണ്ടുവന്നിട്ട് ഞാൻ അവൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു പിടിപ്പിച്ചു അവനെ. മോനെ, കർത്താവിനെ വിളിക്കട, മക്കളെ രക്ഷിക്കുക, കർത്താവാണ്. അമ്മ മാതാവിലൂടെ ഈശോ നമ്മെ രക്ഷിക്കൂടാ, ഈശോ അപ്പച്ച നമ്മളെ രക്ഷിക്കും. ആ ക്രൂശിത രൂപം ഇങ്ങനെ കൈ പിടിച്ച് നോക്ക്, ആരെയും അവൻ ശ്രദ്ധിക്കുന്നില്ല. അവൻ പറയണേ, എൻ്റെ കർത്താവ് എന്നെ രക്ഷിക്കണമേ, എത്രയും പെട്ടെന്ന് എന്നെ വീട്ടിലേക്ക് എത്തിക്കണമേ. ഇങ്ങനെ തന്നെ അവൻ പ്രാർത്ഥിച്ച്. എന്നിട്ട് അവർ എക്സ്റേയിൽ കണ്ടത് അവരൊന്നും പറഞ്ഞില്ല ഞങ്ങളോട് റിസൾട്ട്. അവർ പറഞ്ഞു L മോഡൽ വയറ് കീറണം, ഒരു ഓപ്പറേഷൻ ചെയ്തതിൻ്റെ മുകളിൽ കൂടെയാണ് മേജർ സർജറി ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ അതൊന്നും ചെയ്യാൻ പറ്റില്ല, 90% പ്രതീക്ഷിക്കേണ്ട, കോമ സ്റ്റേജിലേക്ക് പോകും, ചിലപ്പോൾ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. പിന്നെയൊക്കെ ദൈവം തമ്പുരാൻ്റെ ഇഷ്ടം പോലെ ഞങ്ങൾ ചെയ്യണം. ചിലപ്പോൾ വെന്റിലേറ്ററിൽ കിടക്കണം, ഒരാഴ്ച ICUവിൽ വേണം, ഓക്സിജൻ സപ്പോർട്ട് ആവശ്യമാണ്, ബ്രീത്ത് എടുക്കാൻ ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞ്, സ്കോപ്പില്ല എന്നൊക്കെ പറഞ്ഞ് അവർ
ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി കൊച്ചിനെ ഞാൻ കൊന്ത് ചൊല്ലി പുറത്തിരിക്കുക, ഇവളും പ്രാർത്ഥിക്കുക. ഞങ്ങൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴുണ്ട് ആദ്യം തന്നെ അനസ്തേഷ്യ ഡോക്ടർ പുറത്ത് വന്നപ്പോൾ അവർ പറഞ്ഞു ഓപ്പറേഷൻ സക്സസ്, ഒരു കുഴപ്പമില്ല അവന്. കാരണം ആ ഡോക്ടർമാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ ഓപ്പറേഷൻ കഴിഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ കണ്ണ് തുറന്നു. ഒരു വെന്റിലേറ്റർ സപ്പോർട്ടില്ലാതെ, ഒരു ഓക്സിജൻ സപ്പോർട്ടില്ലാതെ അവൻ ആദ്യം ചോദിച്ചത് എൻ്റെ അമ്മ എവിടെ? അപ്പോൾ പറഞ്ഞു അമ്മയുടെ പേരെന്നാ മോനെ? നിഷ്യ എന്ന് പറഞ്ഞു. കൈകാലുകളൊക്കെ അനക്കാൻ പറഞ്ഞു, കൈകാലുകൾ അടക്കി. അവൻ സംസാരിച്ചു. ഒരു സപ്പോർട്ടില്ലാതെ പരിശുദ്ധ അമ്മ മാതാവ് ഈശോപ്പച്ചൻ അവിടെ തേരിറങ്ങി വന്ന് അവനെ രക്ഷിക്കായിരുന്നു. 90% കിട്ടില്ല എന്ന് പറഞ്ഞ ഈ പൊന്നുമോൻ 3 മാസം, ഡോക്ടർമാർ 3 മാസം. ഞാനപ്പോൾ ഇവിടെ സ്റ്റാഫിനെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ സാക്ഷ്യം പറയാൻ സമയമായോ? അപ്പം ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 മാസമായിട്ടുള്ളൂ, 1 മാസം കഴിഞ്ഞിട്ടുള്ളൂ ഉടമ്പടി എടുത്തിട്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി 1 മാസം കഴിഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിലേക്കൊന്നും ഇപ്പോൾ വിടണ്ട, എന്നാൽ ഈ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം അവന് ഒരു മരുന്നോ ഒക്കെ മരുന്നൊന്നുമില്ല, ഇവനെ സ്കൂളിലേക്ക് പോകണ്ട. ഈ ഓണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചെക്കപ്പ് ചെയ്ത് പറഞ്ഞു ഒരു കുഴപ്പമില്ല, ജെറോമിനെ സ്കൂളിലേക്ക് വിട്ടു തുടങ്ങാൻ. അവന് സ്കൂളിൽ ടോപ്പാ, നമ്പർ 1 എപ്പോഴും എല്ലാത്തിലും ടോപ്പായി നിൽക്കുന്നതാണ്. UKG-യിലാണ് അവൻ പഠിക്കുന്നത്. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ അമ്മ മാതാവിലേക്ക് അടുക്കാൻ, ഈ ഉടമ്പടിയിലേക്ക് വരാനായിട്ട് ഇവന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ ഇറ്റലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ വിസയ്ക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്തിരുന്നു. പരിശുദ്ധ അമ്മ മാതാവിനോട് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു ഒരുങ്ങിയിട്ടേ ഞാൻ പോയിരുന്നത്. പക്ഷേ എനിക്ക് റിജക്ഷനായിരുന്നു വന്നിരുന്നത്. അപ്പം ഞാൻ പരാതി പോലെ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ എത്രയും ഞാൻ പ്രാർത്ഥിച്ചില്ലേ, എന്നെ എന്തേ അമ്മേ, എനിക്കൊരു ജോലി ഒന്നും ആക്കി തരാത്ത എന്തേ? ഞാൻ പരാതിയായിരുന്നു പറഞ്ഞിരുന്നേ. പക്ഷേ നിങ്ങൾക്കറിയോ, എനിക്ക് ചെറുപ്പം മുതലേ അമ്മേനെ ഒരുപാട് ഇഷ്ടമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വീഴ്ചകളുണ്ടാകുമ്പോൾ പരാതി പറയുന്നവരോ ഒരുപാട് പേരും. അതിനെ എന്നെ ഒരു സാക്ഷിയാക്കായിരുന്നു. പിറ്റേ ദിവസം ഒരു സഹോദരി എന്നോട് വന്ന് പറഞ്ഞു, കൃപാസനത്തിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകാൻ, നീ പോരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് കാലമായിട്ടുള്ളൊരു ആശയാണ് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഒന്ന് പോണെന്ന്. ഒരുപാട് പേര് സാക്ഷ്യങ്ങളെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്, ഞാനും വരുന്നുണ്ട്. എന്നെ പിറ്റേ ദിവസം സഹോദരി കൊണ്ടുവന്നു, നീ ഉടമ്പടി എടുക്കുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് സാധിക്കുമോ? ഇല്ല, എനിക്ക് സാധിക്കില്ല, ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങൾ എനിക്ക് പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ കാലുകൾ തന്നെ ചലിക്കുകയായിരുന്നു. അങ്ങോട്ട് ആ ചേച്ചി എന്നെ അന്വേഷിച്ചു, ഞാൻ ഉടമ്പടി ക്ലാസ്സിലാണ്. ഞാൻ എന്നിട്ട് ഉടമ്പടിയൊക്കെ എടുത്തു, എനിക്കിത് സാധിക്കും. പക്ഷേ ഇന്ന് നേരം വെളുക്കുമ്പോൾ ഞാൻ എല്ലാം പാലിക്കുന്നുണ്ട് മക്കളെ, എല്ലാം ഞാൻ പാലിക്കുക. ദിവസവും പള്ളിയിൽ കുർബാന അർപ്പിക്കാൻ ഞാൻ പോകും. നേരത്തെ എഴുന്നേറ്റ് എല്ലാ ജോലിയും കഴിച്ച് വെച്ച് ഞാൻ അരമണിക്കൂർ മുൻപ് കൊന്തയിൽ പങ്കെടുത്ത് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പത്രം വിതരണം ചെയ്യുന്നുണ്ട്, പാവപ്പെട്ടവർ സഹായിക്കുന്നുണ്ട്. ഭക്ഷണമായി കൊടുക്കാൻ പറ്റില്ലെങ്കിലും കാശ് കൊടുത്ത് ഭക്ഷണം മേടിച്ചോ എല്ലാം വെച്ച് ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാം അതേമാതിരി തന്നെ പ്രതിഷ്ഠിക്കാരൻ്റെ പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും തിരി കത്തിച്ചിട്ടുണ്ട്, എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. രാത്രി 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും, 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് 5:30 തിരി കൊളുത്തി ഞാൻ പ്രാർത്ഥിക്കും. എന്നെ ഒരുക്കുകയായിരുന്നു ഈ പുത്രന് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി. എന്നെ യൂറോപ്പിലേക്ക് വീസ അടിച്ച് ഈശോ മാതാവ് എന്നെ വിടുമായിരുന്നെങ്കിൽ ഞാനിത് നടത്തില്ല. എന്നെ ഇതിനു വേണ്ടി റിജക്ഷൻ ചെയ്ത് നിർത്തുമായിരുന്നു. കാരണം പ്രാർത്ഥനയിൽ ഒന്നും കൂടി അടുത്ത് ജീവിക്കാൻ എനിക്ക് പരിശുദ്ധ അമ്മേനെ ഒരുപാട് ഇഷ്ടമാണ്, ഈശോ അപ്പച്ചനെ ഇവർ 2 പേരും ഒരുപാട് ഇഷ്ടമാണ്. ഈ മകനിലൂടെ കൂടുതൽ ഞാൻ അടുത്തു. കിട്ടൂല എന്ന് പറഞ്ഞ് സ്വന്തം ഈ മകനെ കിട്ടിയപ്പോൾ അപ്പോൾ ഈശോയ്ക്ക് നന്ദി. ഇത്രയും മോനെ തിരിച്ചു തന്നതിന് അമ്മ മാതാവിനും ഈശോ അപ്പച്ചനും 1000 നന്ദി. എൻ്റെ പേര് ഷീന, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. 16/10/2019 ഞാൻ ഉടമ്പടി എടുത്തതാണ്. ഒരു പ്രാവശ്യം ഇവിടെ സാക്ഷ്യം പറഞ്ഞതാണ്. എനിക്ക് മാതാവും ഈശോപ്പയും കൂടി തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ പറയാനാണ്, സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്.
ദൈവനാമ മഹത്വമുണ്ടാകട്ടെ. എൻ്റെ ഭർത്താവിന് 8 കൊല്ലമായിട്ട് ഒരു വ്യക്തി കള്ളക്കേസ് കൊടുത്തിരുന്നു. അത് അവസാനിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് മാതാവിൻ്റെ ഉടമ്പടിയിൽ വെച്ചു, മാതാവേ, എൻ്റെ ഈ ഭർത്താവിൻ്റെ ഈ കേസ് ഒന്ന് അവസാനിപ്പിച്ച് തരണേ. അത് ഉടമ്പടിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഭർത്താവ് കേസിന് പോകുമ്പോൾ ഞാൻ ഉടമ്പടി കാശുരൂപവും ഉപ്പും കൊടുത്തു അയക്കുമായിരുന്നു. അതിന് ശേഷം അവർ വരാണ്ടായി, മറ്റ് സാക്ഷികൾ വരാണ്ടായി. അപ്പോൾ അവർക്ക് വാറണ്ട് കൊടുത്തു. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു, ഈ കേസ് അവസാനിപ്പിക്കണം, ഞങ്ങൾ ഒത്തുതീർപ്പിനാവണം. അങ്ങനെ ആ 8 കൊല്ലത്തുണ്ടായിരുന്ന കേസ് മാതാവ് അനുഗ്രഹിച്ച് ഞങ്ങളുടെ കേസ് അവസാനിപ്പിച്ചു. മകന് ഡിപ്ലോമ എഞ്ചിനീയർ പാസ്സായി. അവൻ പല ഇൻ്റർവ്യൂകളും അറ്റൻഡ് ചെയ്തെങ്കിലും അവൻ ജോലിക്ക് ഒന്നും പോകില്ലായിരുന്നു. കാരണം നല്ല കമ്പനിയിൽ നിന്ന് ഇൻ്റർവ്യൂ വരട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആളുകൾ ചോദിച്ചു തുടങ്ങി, ഇതുവരെ മകനൊരു ജോലി ആയിട്ടില്ലേ എന്ന്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം വിഷമമായി. അപ്പോൾ ഞാൻ മാതാവിനോട് ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, ജനുവരി 1-ാം തീയതി എൻ്റെ മകന് ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലിയാക്കി കൊടുക്കണേന്ന്. അതിന് ശേഷം മാതാവ് ജനുവരി 1-ാം തീയതി തന്നെ ഡിസംബർ 24-ാം തീയതി ഇൻ്റർവ്യൂ കഴിഞ്ഞ കമ്പനിയിൽ നിന്ന് വിളിക്കുകയും ജനുവരി 1-ാം തീയതി വന്ന് ജോയിൻ ചെയ്യാൻ പറയുകയും ചെയ്തു. ഇപ്പോൾ അവൻ ആ കമ്പനി സ്റ്റാഫായി ജോലി ചെയ്യുന്നു. മകൾ BSc നഴ്സിംഗ് പഠിക്കുകയായിരുന്നു. അവളധികം വലിയ പഠിക്കുന്ന കുട്ടിയൊന്നും അല്ല, മലയാളം മീഡിയമാണ് പഠിച്ചിരുന്നത്. അവൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആദ്യത്തെ പരീക്ഷയിലെ 3 വിഷയവും പോയിണ്ടായിരുന്നു. അത് രണ്ടാമത്തെ എക്സാം ആകുമ്പോഴേക്കും മാതാവ് അവൾക്ക് ജയിപ്പിച്ചു കൊടുത്തു. രണ്ടാമത്തെ എക്സാമിലെ ഒരു പരീക്ഷ തോറ്റുണ്ടായിരുന്നു. അത് 3-ാമത്തെ എക്സാം എഴുതുമ്പോഴേക്കും മാതാവ് ആ പരീക്ഷയും പാസ്സാക്കി കൊടുത്തു. ഇപ്പോൾ BSc പരീക്ഷയിലെ ഫസ്റ്റ് ക്ലാസ്സോട് കൂടി അവൾ പാസ്സായി. അപ്പോൾ അവൾക്ക് തിരുവനന്തപുരത്ത് പഠിക്കുന്ന കാരണം അവൾക്ക് വിശുദ്ധ കുർബാന കാണാനോ ഒന്നിനും അവർ കോളേജിൽ നിന്ന് പറഞ്ഞയക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, എൻ്റെ വീടിൻ്റെ അടുത്ത് 2-3 ഹോസ്പിറ്റലുകളുണ്ട്, ക്രിസ്ത്യൻ ഹോസ്പിറ്റലുകൾ. അവിടേക്ക് മിഷൻ ആശുപത്രി അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ മാതാവേ, അവൾക്ക് അവിടെ ഒരു ജോലിയാക്കി തരികയാണെങ്കിൽ അവൾക്ക് വിശുദ്ധ കുർബാന കാണാനും കുടുംബ പ്രാർത്ഥനയിൽ കൂടാനും സാധിക്കുമായിരുന്നു. അത് കാരണം മാതാവ് അവൾക്ക് അവിടെ അമലയിൽ ഇൻ്റർവ്യൂ ചെയ്ത് അവൾക്ക് അവിടെ ജോലി തന്നു അനുഗ്രഹിച്ചു. എനിക്ക് ഒക്ടോബർ 15-ാം തീയതി വിശുദ്ധ കുർബാന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൂക്ക എന്നൊരു വാക്യം ചെവിയിൽ വന്നടിക്കുകയും പിന്നീട് മനസ്സിൽ 5:13 എന്ന വാക്യം മനസ്സിൽ വരികയും ചെയ്തു. ഞാനത് വീട്ടിൽ വന്ന് വചനത്തിൽ നിന്ന് വായിച്ചപ്പോൾ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നതായിരുന്നു. അപ്പോൾ എൻ്റെ വയറ്റിൽ വളരെ അസ്വസ്ഥതയായിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് മേൽവയറിന് കീഴ്പെട്ടേക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ട്, വളരെ അസ്വസ്ഥത. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഞാൻ മാതാവിൻ്റെ ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് വെള്ളത്തിൽ കലക്കി കുടിക്കുമായിരുന്നു. അപ്പോൾ അന്ന് ജോസഫച്ചൻ്റെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു 15-ാം തീയതി. അന്ന് ജോസഫച്ചൻ പറഞ്ഞു, ഒരു വ്യക്തിയുടെ മേൽവയറിലുള്ള നീർക്കെട്ട് കർത്താവ് സുഖപ്പെടുത്തുന്നു. ആ പറഞ്ഞ നിമിഷം എൻ്റെ വയറ്റിൽ നിന്ന് ഒരു വല്ലാത്തൊരു ഭാരം കീഴ്പെട്ടേക്ക് വന്ന് വീഴുന്ന പോലെ അനുഭവപ്പെട്ടു. അതിനുശേഷം എനിക്ക് അങ്ങനെ ഒരു അസ്വസ്ഥതയോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് മാതാവ് പാമ്പിനെ സ്വപ്നം കാണിച്ചു. ഒരു ദിവസമല്ല, അടുപ്പിച്ചൊരു 3 ദിവസം ആ പാമ്പിനെ എന്നെ മാതാവ് പാമ്പിൻ്റെ കളറും അടക്കം മാതാവ് സ്വപ്നത്തിൽ കാണിച്ചു തന്നു. അപ്പോൾ എന്തോ ഒരു അപകടം വരുന്നുണ്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം മാതാവ് ആ പാമ്പ് വീടിൻ്റെ സൈഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മാതാവ് ഞങ്ങളെ പാമ്പിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ കാത്തുരക്ഷിച്ചു. എനിക്ക് മുട്ടുവേദന ഉണ്ട്. അപ്പോൾ പള്ളിയിൽ മുട്ടുത്താനോ ഒന്നിനും എനിക്ക് സാധിക്കില്ലായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിച്ചു, എന്നിട്ടും കുറവുണ്ടായില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് മുട്ടുത്തി പ്രാർത്ഥിക്കാനും പരിശുദ്ധ കുർബാന കാണാനും മാത്രം ഒരു അനുഗ്രഹം തന്നതിന് എൻ്റെ മുട്ടുവേദന അത്രമാത്രം വേദന മാറ്റി തന്നാൽ മതി എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം എനിക്ക് മുട്ടുവേദന കുറവായി. ഞാൻ മാതാവിൻ്റെ തൈലം എന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ മുട്ടുമേ പറ്റുമായിരുന്നു. അതിനുശേഷം എനിക്ക് പരിശുദ്ധ കുർബാനയിൽ മുട്ടുത്തി പ്രാർത്ഥിക്കാനും കൊന്ത ചെല്ലാനും എനിക്ക് സാധ്യമായി. പല അസുഖങ്ങൾ മാതാവിൻ്റെ തൈലം കൊണ്ട് എനിക്ക് പല അസുഖങ്ങളും മാറി കിട്ടിയിട്ടുണ്ട്. പല മക്കളെയും ഞാൻ ഈ ഉടമ്പടി എടുക്കാനായിട്ടും ഈ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്.
ആത്മീയ കാര്യങ്ങളിൽ എനിക്ക് പരിശുദ്ധ കുർബാന മിക്ക ദിവസങ്ങളിലും പരിശുദ്ധ കുർബാന കൂടാനും പിന്നെ വചനം വായിക്കാനും കൊന്തു ചെല്ലാനും ഉപവാസമെടുക്കാനും എല്ലാം എനിക്ക് ഈ ഉടമ്പടി ശേഷം എനിക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട്. പിന്നെ പത്രം, മാതാവിൻ്റെ പത്രം ഞാൻ മേടിച്ച് പല സ്ഥലങ്ങളിലും ഞാൻ വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ കാശുരൂപം, മാതാവിൻ്റെ കാശുരൂപം, ഉപ്പ്, പിന്നെ തേൻ എന്നിവ ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പിന്നെ പല മക്കളെയും ഞാൻ ഈ ദൈവസന്നിധിയിലേക്ക് മാതാവിൻ്റെ അടുത്തിലേക്ക് വരാറുണ്ട്. എനിക്ക് നിത്യത വരെ മാതാവിൻ്റെ കൂടെ ജീവിക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ഈ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോപ്പിനും നന്ദി പറയുന്നു.